കെ അഷ്റഫ് MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ശൈലിയിൽ. ശ്രീ AK അഷ്റഫ്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ശ്രീ AK അഷ്റഫ്? ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് ആയിരുന്നു. ഇന്ന് രാവിലെയാണ് മണ്ഡലത്തിലേക്ക് എത്തിയത്. മണ്ഡലത്തിലെ ഓരോ പ്രോഗ്രാമുകൾക്കിടയിൽ ഒരു അരമണിക്കൂർ മുമ്പാണ് അവിടെ നിന്ന് ആളുകൾ ഇങ്ങനെയുള്ള ഭീകരമായ ഒരു അപകട വിവരം അറിയിക്കുന്നത്. ഞാൻ ഓൺ ദ വേ ആണ് സ്പോട്ടിലേക്ക്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ ഏതായാലും എത്തിച്ചേരും. നിലവിൽ അവിടുന്ന് ലഭ്യമായ വിവരം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഈ അതിർത്തിയിൽ കേരള KSRTC, കർണാടക KSRTC, അങ്ങോട്ട് മംഗലാപുരം കാസർഗോഡ് റൂട്ട് ഓരോ ഇടവിട്ട് യാത്ര ചെയ്യുന്ന ബസ്സുകളാണുള്ളത്. ഇന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർണാടക KSRTC അതിവേഗതയിൽ ഈ അതിർത്തിയിൽ, നമ്മുടെ കേരള കർണാടകത്തിന്റെ അതിർത്തിയിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതിലേക്ക് ഇടിച്ചു കയറി ഒരു ഫാമിലിയിൽ 5 ആളുകൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ ഒന്ന് ഏതായാലും ഉറപ്പാണ്, ഒരു 10 വയസ്സിന്റെ കുട്ടിയും ആ കുട്ടിയുടെ മദറും. ഇപ്പൊ മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ആ 2 മൃതദേഹങ്ങൾ എത്തിയെന്ന് അവിടെ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. 2 മൃതദേഹങ്ങൾ ദേർലക്കട്ട മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇതൊരു ഫാമിലി, അവർ ബസ് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബസ് ഈ ഷെൽട്ടറിലേക്ക് ഇടിച്ചു കയറിയതാണ്. ശ്രീ AK അഷ്റഫ്, അതായത് ഇത് ഈ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന ആവശ്യം, അതായത് കർണാടകയിലേക്ക് പോവുകയായിരുന്നോ ഈ ബസ്? നമ്മുടെ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന KSRTC ബസ്, കർണാടക KSRTC. ശരി, ഇപ്പോൾ താങ്കൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. എന്നിട്ട് ഞാൻ മോർച്ചറിയിലേക്ക് വിസിറ്റ് ചെയ്യും. ഒരു അല്പസമയത്തിനൊക്കെ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വളരെ സങ്കടകരമായ, ദുഃഖകരമായ ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അങ്ങനെ വിവരമുണ്ടോ ശ്രീ AK അഷ്റഫ്? നിലവിൽ 5 ആളുകൾ മരിച്ചു എന്ന് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ഒരാള്, അത് എടുത്ത ആൾ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. 1-2 ആളുകൾക്ക് ഗുരുതര പരിക്കെന്ന് പറഞ്ഞു. കൃത്യമായ ഒരു ചിത്രം വ്യക്തമല്ല. ഒരു അല്പസമയത്തിനൊക്കെ അറിയാൻ കഴിയും. ശരി, അപ്പോൾ താങ്കൾ കുറച്ച് സമയം കഴിയുമ്പോൾ വിളിക്കാം ശ്രീ AK അഷ്റഫ്.